2 അഡ്രിനോക്രോമാണ്. ഇതാണ് ഏറ്റവും ഭീകരമായ കഥ. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സെലിബ്രിറ്റീസ് അവരുടെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ പേടിപ്പിച്ച്, അതായത് അവർ പേടിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് രക്തത്തിൽ നിന്ന് വലിച്ചെടുത്ത് അല്ലെങ്കിൽ രക്തം കുടിക്കുകയോ രക്തത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് കയറ്റുകയോ ചെയ്യും എന്നൊക്കെയുള്ള കഥകളാണ് ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 6 മില്യൺ പേജസ്, അതായത് 60 ലക്ഷം പേജുകൾ, ലക്ഷക്കണക്കിന് വരുന്ന ഫോട്ടോസ്, ആയിരക്കണക്കിന് വരുന്ന വീഡിയോസ്, ഇതെല്ലാമാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ചാണ്. ജെഫ്രി എപ്സ്റ്റീൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ശതകോടീശ്വരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഹോളിവുഡ് താരങ്ങളുടെയും ഒക്കെ മുഖങ്ങളാണല്ലേ. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മരണം ഇത്രയധികം ചർച്ചയാകുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യർ പോലും ഇദ്ദേഹത്തെ ഭയപ്പെടുന്നത്? 2025 അവസാനത്തോടെ അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകൾ കേവലം ചില രേഖകൾ മാത്രമല്ല, അതൊരു വലിയ ക്രിമിനൽ സാമ്രാജ്യത്തിൻ്റെ ജാതകമാണ്. ദശലക്ഷക്കണക്കിന് പേജുള്ള ഈ രേഖകളിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ കേൾക്കാൻ അത്രത്തോളം ഭയപ്പെടുന്ന, അറപ്പുളവാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. സാധാരണ ഇമെയിൽ, വിമാനയാത്രകൾ തുടങ്ങി കുട്ടികളെ വരെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ രക്തം ഊറ്റി കുടിക്കുന്ന അത്രത്തോളം നീചമായിട്ടുള്ള പ്രവൃത്തികൾ വരെ ഇതിൻ്റെ അകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു അപകടം കൂടി നടക്കുന്നുണ്ട്. സത്യത്തോടൊപ്പം തന്നെ ഒരുപാട് കെട്ടുകഥകളും ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. സാത്താൻ സേവയും ഇലൂമിനാട്ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പല വ്യാജ വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ എപ്സ്റ്റീൻ്റെ ജീവിതം മുതൽ അയാൾ നടത്തിയ കുറ്റകൃത്യങ്ങൾ വരെ ഓരോന്നായിട്ട് ഇഴകേറി പരിശോധിക്കാൻ പോവുകയാണ്. തെളിവുകളുള്ള കാര്യങ്ങൾ പ്രൂവൺ ഫാക്ട്സ് ആയിട്ടും ആരോപണങ്ങൾ അലിഗേഷനായിട്ടും നമ്മളിതിനെ വേർതിരിച്ച് തന്നെയാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലെ ഒരു ക്രൈം ഡോക്യുമെൻ്ററി കാണുന്നത് പോലെ ശ്വാസം അടക്കി പിടിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നമുക്കാദ്യം എപ്സ്റ്റീൻ എന്ന വ്യക്തിയെ പരിചയപ്പെടാം. വർഷം 1953 ന്യൂയോർക്കിലെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലാണ് ഇയാൾ ജനിക്കുന്നത്. തുടക്കത്തിൽ ഇയാൾ ഒരു ഗണിത അധ്യാപകനായിരുന്നു. കോളേജ് ബിരുദം പോലും ഇല്ലാതെ ഇയാൾ എങ്ങനെയാണ് ന്യൂയോർക്കിലെ ഏറ്റവും വലിയ എലൈറ്റ് സ്കൂളിൽ അധ്യാപകനായതെന്ന് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അവിടെയും ഇയാൾ തൻ്റെ സ്വഭാവ ദൂഷ്യം കാണിച്ചുവെന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അധ്യാപക ജോലിയിൽ നിന്ന് പുറത്തായ എപ്സ്റ്റീൻ പിന്നീട് എത്തിയത് വാൾ സ്ട്രീറ്റിലെ സാമ്പത്തിക ലോകത്തേക്കാണ്. അവിടെ വെച്ചാണ് ഇയാൾ തൻ്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ശതകോടീശ്വരന്മാരുടെ കള്ളപ്പണം എങ്ങനെ വെളുപ്പിക്കാമെന്നും നികുതി വെട്ടിപ്പ് എങ്ങനെ നടത്താമെന്നും ഇയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ ബിസിനസ്സുകാരുടെ വിശ്വസ്തനായിട്ട് ഇയാൾ മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ലെസ്ലി വെക്സ്നർ. പ്രശസ്തമായിട്ടുള്ള വിക്ടോറിയ സീക്രട്ട് എന്ന ബ്രാൻഡിന്റെ ഉടമയാണ്. വെക്സ്നർ എപ്സ്റ്റീനെ വിശ്വസിച്ച് തന്റെ സാമ്പത്തിക അധികാരങ്ങൾ മുഴുവൻ ഇയാൾക്ക് കൈമാറുകയാണ്. ഈ ബന്ധത്തിലൂടെയാണ് എപ്സ്റ്റീൻ തന്റെ കോടികളുടെ ആസ്തി ഉണ്ടാക്കുന്നത്. മാൻഹട്ടനിലെ കൊട്ടാരം പോലുള്ള വീടുകളും സ്വകാര്യ വിമാനങ്ങളും ഒക്കെ ഇയാൾക്ക് ലഭിക്കുന്നത് ഇത്തരം ഗൂഢമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ്. പക്ഷേ പുറമേ ഒരു ബിസിനസ്സുകാരനായിട്ട് അഭിനയിക്കുമ്പോഴും ഉള്ളിൽ ഇയാൾ വലിയൊരു വല നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ മോഡലിംഗ് പഠിപ്പിച്ച് അതിൻ്റെ അകത്തൊരു കരിയർ വാഗ്ദാനം ചെയ്ത് ഇയാൾ തൻ്റെ കെണിയിൽ വീഴ്ത്തുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നടക്കുന്ന സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത് ഒറ്റയ്ക്കല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാളെ സഹായിക്കാനായിട്ട് ഗിലെയ്ൻ മാക്സ്വെയിൽ എന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങൾ വെറും ലൈംഗിക പീഡനങ്ങളിൽ ഒതുങ്ങുന്നതല്ല, ഇതൊരു വലിയ സിസ്റ്റം ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. നമുക്കിതിനെ ഒരു സെക്സ് ട്രാഫിക്കിംഗ് പിരമിഡ് സ്കീം എന്ന് വിളിക്കാം. എപ്സ്റ്റീൻ എങ്ങനെയാണ് കുട്ടികളെ കണ്ടെത്തിയിരുന്നത്? പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചത്. 14 മുതൽ 17 വരെയുള്ള പെൺകുട്ടികളെ മോഡലിംഗ് ചാൻസ് തരാമെന്നും പറഞ്ഞു കൊണ്ടുവരും. ആദ്യം ഇയാൾ അവരെ കൊണ്ട് മസാജൊക്കെയാണ് ചെയ്യിപ്പിക്കുക. ഇതിന് വലിയൊരു തുക പ്രതിഫലമായിട്ട് നൽകുകയാണ്. ഈ പണം കാണുമ്പോൾ ആ കുട്ടികൾക്ക് ഇയാളിൽ വിശ്വാസം കൂടുകയും ഇയാളോട് അടുത്ത് വരികയും ചെയ്യും. പക്ഷേ പതുക്കെ ഇയാൾ അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം അയാൾ മറ്റൊരു ബുദ്ധി പ്രയോഗിക്കും. നീ നിൻ്റെ സുഹൃത്തുക്കളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും നിനക്ക് കൂടുതൽ പണം നൽകാമെന്ന് ഇയാൾ ഈ പെൺകുട്ടികളോട് പറയുകയാണ്. അങ്ങനെ പീഡനത്തിനിരയാകുന്ന കുട്ടികൾ തന്നെ മറ്റു കുട്ടികളെ ഇയാളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇവിടെ ഗിലെയ്ൻ മാക്സ്വെൽ എന്ന് പറയുന്ന സ്ത്രീയുടെ പങ്ക് വളരെ വലുതാണ്. പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും അവർക്ക് സ്നേഹം നൽകി അവരെ വലയിലേക്ക് എത്തിച്ചിരുന്നതും ഒക്കെ ഇവരായിരുന്നു. ഫ്ലോറിഡ, ന്യൂയോർക്ക്, ന്യൂ മെക്സിക്കോ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദ്വീപ്, അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഈ ശൃംഖല വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഈ കാലയളവിൽ എപ്സ്റ്റീൻ പണം കൊണ്ട് നിയമത്തെ പോലെ സ്വാധീനിക്കുകയാണ്. 2008 ഇയാൾ പിടിക്കപ്പെട്ടപ്പോൾ, ഈ കുട്ടികളെ, പിഞ്ചു കുട്ടികളടക്കം ഉപദ്രവിച്ചതിനെ പിടിക്കപ്പെട്ടപ്പോൾ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും വെറും 13 മാസത്തെ തടവ് മാത്രമാണ് ഇയാൾക്ക് ശിക്ഷയായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. അത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയം തന്നെയായിരുന്നു. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കരീബിയൻ കടലിലെ ഇയാളുടെ സ്വകാര്യ ദ്വീപ്. ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്നാണ് ഒഫീഷ്യൽ പേര്. പക്ഷേ അത് അറിയപ്പെടുന്നത് എപ്സ്റ്റീൻ ഐലൻഡ് എന്നാണല്ലേ. ഏകദേശം 70-80 ഏക്കർ മാത്രം വലിപ്പമുള്ള ഈ ചെറിയ ദ്വീപിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഒരു
കുട്ടികളെ ഉപദ്രവിക്കുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, ആ ഒരു ദ്വീപ് എന്നുള്ളതാണ്. അതായത് കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന, അതാണ് മെയിനായിട്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ പോലും ആ ഒരു ദ്വീപിനെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പുറം ലോകത്തിൻ്റെ കണ്ണുകളിൽ പെടാതെ എന്തിനും ഏതിനും സ്വാതന്ത്ര്യമുള്ള ഒരു സാമ്രാജ്യമാണ് എപ്സ്റ്റീൻ ആ ഒരു ദ്വീപിൽ പടുത്തുയർത്തിയത്. പക്ഷേ എന്താണ് ഈ ദ്വീപിൻ്റെ പ്രത്യേകത? വർഷം 1998 എപ്സ്റ്റീൻ ഈ ദ്വീപ് വാങ്ങുന്നത്. ആഡംബര വില്ലകൾ, അതിഥികൾക്കായിട്ടുള്ള പ്രത്യേക മന്ദിരങ്ങൾ, ഹെലിപാഡ്, സ്വന്തമായിട്ടുള്ള ശുദ്ധജല പ്ലാന്റ് എന്നിവയെല്ലാം, അതായത് ഒരു ആഡംബര നഗരത്തിന് വേണ്ട, ഒരു റിസോർട്ടിന് വേണ്ട എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 70ഓളം ജീവനക്കാർ അവിടെ എപ്പോഴും സജീവമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക കരാറിൽ ഒപ്പിടേണ്ടി വരുമായിരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിയാൻ പാടില്ല. ആരെങ്കിലും അത് ലംഘിച്ചാൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ പ്രത്യാഘാതങ്ങളായിരുന്നു. അതായത് അവരെ കൊന്നുകളയുമെന്നുള്ള രീതിയിൽ തന്നെ എപ്സ്റ്റീൻ ആദ്യമേ പറഞ്ഞു വെക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ജീവനക്കാർ അവിടെ നടന്ന കാര്യങ്ങളും കണ്ടില്ല എന്നും കേട്ടില്ല എന്നും വയ്ക്കുകയാണ്. ഈ ദ്വീപിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം നീലയും വെള്ളയും വരകളുള്ള, മുകളിൽ സ്വർണ്ണ നിറത്തിൻ്റെ ഒരു താഴെക്കൂടമുള്ള ഒരു വിചിത്രമായിട്ടുള്ള കെട്ടിടമാണ്. ഇതിനെ പലരും എപ്സ്റ്റീൻ്റെ അമ്പലം, ദ ടെമ്പിൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിച്ചത് ഈ കെട്ടിടത്തിനുള്ളിൽ സാത്താൻ സേവയും കുട്ടികളെ ബലി കൊടുക്കലും ഒക്കെ നടക്കുന്നുവെന്നാണ്. എന്നാൽ 2025 പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയലുകളും FBI റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊന്നാണ്. ആ കെട്ടിടം യഥാർത്ഥത്തിൽ ഒരു സ്റ്റഡി റൂമാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് റൂമാണ് എന്നുള്ള കാര്യങ്ങളാണ്. അവിടെ വലിയൊരു പിയാനോയും പുസ്തക അലമാരിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുറമേ നിന്ന് കാണുന്ന അമാനുഷിക കഥകളെക്കാൾ ഭയാനകമായിരുന്നു അവിടെ നടന്ന യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ. ആ 4 ചുവരുകൾക്കുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, അതായത് കൊച്ചു പെൺകുട്ടികളടക്കമുണ്ടല്ലോ, 5-6 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ, ഇവരെയൊക്കെ പ്രമുഖർക്ക് കാഴ്ചവെക്കുന്ന ഭീകരമായിട്ടുള്ള ഇടപാടുകളായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ദ്വീപിൽ ആരെല്ലാമാണ് വന്നിരുന്നത്? വിമാനയാത്രക്കാരുടെ ലിസ്റ്റ് അഥവാ ഫ്ലൈറ്റ് ലോഗുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ്. ശതകോടീശ്വരന്മാർ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ വലിയൊരു നിര തന്നെ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. പലരും പറഞ്ഞത് ഇവർ വെറും വിരുന്നിന് മാത്രമാണ് വന്നതെന്നാണ്. പക്ഷേ ഇരകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. വിർജീനിയ റോബർട്ട് ജിയൂഫ്രെ എന്ന ഇരയുടെ വെളിപ്പെടുത്തൽ ലോകത്തെ പിടിച്ചു കുലുക്കുകയാണ്. അവർ പറയുന്നത് തൻ്റെ 17-ാം വയസ്സിൽ എപ്സ്റ്റീൻ തന്നെ ദ്വീപിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവിടെ വെച്ച് തന്നെ പ്രമുഖർക്ക് കാഴ്ചവെക്കുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ. ആൻഡ്രൂ രാജകുമാരൻ തന്നെ ഈ ദ്വീപിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇതിന് തെളിവായിട്ട് അവരൊരു ഫോട്ടോയും ഹാജരാക്കുകയാണ്. ആൻഡ്രൂ രാജകുമാരൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചെങ്കിലും വർഷം 2022 വിർജീനിയയ്ക്ക് കോടിക്കണക്കിന് രൂപ നൽകി കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുകയാണ്. അതായത് അവിടെ എന്തോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഒരു രാജകുമാരന് പോലും ഇത്തരം ഒരു ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദ്വീപിലെ അധികാരത്തിന്റെ വല എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു ഇരയായ സാറ റാൻസം പറയുന്നത് തന്നെ ദ്വീപിൽ തടവിലാക്കി എന്നുള്ളതാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കടൽ ചാടി നീന്തിപ്പോകാൻ പോലും അവർ ശ്രമിക്കുകയാണ്. എപ്സ്റ്റീന്റെ സ്വാധീനം കാരണം പോലീസിനെ പോലും പേടിയായിരുന്നു എന്നാണ് പല ഇരകളും പറയുന്നത്. ഈ ദ്വീപിന് ചുറ്റും എപ്പോഴും CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു. എപ്സ്റ്റീൻ തൻ്റെ അതിഥികളുടെ രഹസ്യ ദൃശ്യങ്ങൾ, അവർ മറ്റ് പെൺകുട്ടികളെയോ കുഞ്ഞുങ്ങളെയോ ഒക്കെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ രക്തം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോലും ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും ഒരുപാടുണ്ട്. പക്ഷേ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയധികം ക്രൂരതകൾ ഈ സ്വകാര്യ ദ്വീപിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്കൻ ഏജൻസികൾ, അമേരിക്കൻ ഗവൺമെൻറ് ഇത് കണ്ടില്ല എന്നടിച്ചത്? 2005 തന്നെ ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിരുന്നു. എന്നിട്ടും 10 വർഷത്തിലധികം ഇയാൾ തൻ്റെ ബിസിനസ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനർത്ഥം എപ്സ്റ്റീൻ എന്ന വ്യക്തിക്ക് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. പലപ്പോഴും എപ്സ്റ്റീൻ തന്നെ പണം ഉപയോഗിച്ച് ഇരകളെ നിശബ്ദരാക്കുകയാണ്. ഇരകൾക്ക് പണം നൽകി അവരെ കൊണ്ട് മൗന കരാറുകളിൽ NDA എന്ന് പറയുമല്ലേ, അതിൻ്റെ അകത്ത് ഒപ്പിടിക്കുകയാണ്. അഥവാ ഇനി ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ ആദ്യം തന്നെ ഇയാളുടെ വലിയൊരു വക്കീൽ പട അങ്ങോട്ട് എത്തുകയാണ്. കേസിൽ കൊടുക്കും, ജീവിതം തുലച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഇയാളുടെ ഗുണ്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കൊലയാളികളുണ്ട്, അവർ പോയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഒരാൾക്ക് ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുകയാണ്. 2026 തുടക്കത്തിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഏകദേശം 30 ലക്ഷം പേജുകൾ കൂടി പുറത്തുവിട്ടതോടെ ലോകം മുഴുവൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ആ ലിസ്റ്റിലുള്ളത് എന്ന്. ഒരു കാര്യം നമ്മൾ തന്നെ ആദ്യം വ്യക്തമാക്കണം. എപ്സ്റ്റീൻ്റെ അഡ്രസ് ബുക്കിലോ ഫ്ലൈറ്റ് ലോഗിലോ ഒരാളുടെ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം അവർ കുറ്റവാളിയാണെന്ന് അർത്ഥമില്ല. പക്ഷേ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു ക്രിമിനലിൻ്റെ കൂടെ, കൊച്ചുകുട്ടികളെ അത്രത്തോളം ദുരുപയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ ലോക നേതാക്കളെ എന്തിന് സമയം ചെലവഴിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. നമുക്കെന്തായാലും ആ പേരുകളിലേക്ക് ഓരോന്നായി പോകാം. ഒന്നാമത്തത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. ട്രംപിൻ്റെ പേര് 1000-ലധികം തവണ ഈ ഫയലിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. 90കളിൽ ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതായത് ജെഫ്രിയും ട്രംപും ഭയങ്കര കമ്പനിയായിരുന്നു. ട്രംപിൻ്റെ വിമാനത്തിൽ എപ്സ്റ്റീൻ കയറിയിട്ടുണ്ട്, എപ്സ്റ്റീൻ്റെ വിമാനത്തിൽ ട്രംപും കയറിയിട്ടുണ്ട്.
കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഫയലുകളിൽ ഈ ട്രംപിന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലൈംഗിക ആരോപണങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ 2007 ട്രംപിൻ്റെ ഒരു ക്ലബ്ബുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് എപ്സ്റ്റീൻ മോശമായിട്ട് പെരുമാറിയതിനെ തുടർന്ന് ട്രംപ് ഇയാളെ പുറത്താക്കിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷേ കുറ്റകൃത്യങ്ങളിൽ ട്രംപിന് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫയലിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന പല വീഡിയോസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ട്രംപ് കുറേ പെൺകുട്ടികളുടെ കൂടെ, പ്രത്യേകിച്ച് മൈനറായിട്ട് തോന്നുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇടപഴകുന്ന ആ ഒരു ക്ലിപ്പുകൾ മാത്രമാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് ബിൽ ക്ലിൻ്റൻ്റെ ആണ്. എപ്സ്റ്റീൻ്റെ ലോലിത എക്സ്പ്രസ് എന്ന് പറയുന്ന വിമാനമുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിൻ്റൺ 26 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞ് യാത്ര ചെയ്തതായിട്ടുള്ള ഫ്ലൈറ്റ് ലോഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്ലിൻ്റൻ്റെ ഓഫീസ് പറയുന്നത് അദ്ദേഹം എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ക്ലിൻ്റൺ ആ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇന്നും വലിയൊരു തർക്ക വിഷയമാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം, സീക്രട്ട് സർവീസിലെ രേഖകളിൽ ക്ലിൻ്റൺ അവിടെ പോയതായിട്ടുള്ള തെളിവുകളില്ല എന്നുള്ളതാണ്. 3 ബിൽഗേറ്റ്സ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബിൽഗേറ്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എപ്സ്റ്റീനെ കണ്ടതെന്നാണ് ബിൽഗേറ്റ്സിൻ്റെ വാദം, അല്ലെങ്കിൽ ബിൽഗേറ്റ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ പുറത്തു വന്ന ഇമെയിലുകൾ പ്രകാരം ഒരു റഷ്യൻ യുവതിയുമായിട്ട് ബിൽഗേറ്റ്സിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ഒരു റഷ്യൻ യുവതിയിൽ നിന്ന് ഈ ബിൽഗേറ്റ്സിന് ചില ലൈംഗിക രോഗങ്ങൾ പകർന്നുവെന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫൂട്ടേജും ഈ രോഗങ്ങളുടെ കാര്യമൊക്കെ പുറത്ത് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്സ്റ്റീൻ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ട് സൂചനകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഈ ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് കോൺസ്പിറസികളും ബിൽഗേറ്റ്സ് ത്രൂ ആൾക്കാർക്ക് പല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് കോൺസ്പിറസി ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കി വിടുന്നതാണ്. അതോടൊപ്പം തന്നെ ബിൽഗേറ്റ്സുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഗുരുതരമായിട്ടുള്ള കോൺസ്പിറസികൾ പറയുന്നുണ്ട്. അതൊക്കെ കോൺസ്പിറസികളാണ്, സത്യമാണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എപ്സ്റ്റീൻ ഫയലിൽ ഇമെയിലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതല്ല. ഇമെയിലുകളെല്ലാം സത്യമല്ല, പല കാര്യങ്ങളും ആൾക്കാർക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. നമ്മളൊരു വാട്സാപ്പ് ചാറ്റിൽ എന്തൊക്കെ പറയുന്നു അതുപോലത്തെ ചാറ്റുകൾ മാത്രമാണത്. അതിൻ്റെ അകത്ത് വാക്സിനേഷൻ വഴി ആൾക്കാർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. പണ്ട് ഞാൻ തുടക്കത്തിൽ വൈറലായ വീഡിയോ ഉണ്ടായിരുന്നു, ഇല്ലൂമിനാറ്റി എന്ന് പറയുന്ന വീഡിയോയിൽ. അതിൻ്റെ അകത്ത് ഈ ബിൽഗേറ്റ്സിൻ്റെ ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽഗേറ്റ്സ് ഒരു പ്രസംഗത്തിൽ പറയുവാണ് നമുക്ക് പോപ്പുലേഷൻ കുറയ്ക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ. പുള്ളി ഒരു പബ്ലിക് ഓപ്പണായിട്ട് പറയുകയാണ്. ഒരു വാക്സിൻ്റെ കമ്പനി പുള്ളിയുടെ ഭാര്യയുടെ പേരിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു കോൺസ്പിറസിയാണ്, അത് പ്രൂവൺ ആയിട്ടുള്ള ഫാക്റ്റുകളോ ഡാറ്റയല്ല, ഒരു കെട്ടുകഥയായിട്ട് മാത്രം നമ്മൾ തൽക്കാലം അതിനെ വിലയിരുത്തിയാൽ മതി. ഇനി നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടു എന്നത്. എന്താണ് ഇതിൻ്റെ വാസ്തവം നമുക്ക് പരിശോധിക്കാം. പുറത്തു വന്ന ഇമെയിലിൽ എപ്സ്റ്റീൻ തൻ്റെ സുഹൃത്തിനോട് പറയുന്നത് ഇങ്ങനെയാണ്: മോദി എൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, ഇസ്രായേലിൽ വെച്ചിട്ട് അദ്ദേഹം ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്തു എന്നൊക്കെയാണ്. 2017 മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് അപ്പാടെ ഈ ഒരു സംഭവത്തെ തള്ളിക്കളയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എപ്സ്റ്റീൻ എന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ വലിയ നുണകൾ പറഞ്ഞു പരത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ നേതാക്കളെ തനിക്കറിയാമെന്നും താനാണ് അവരെ നിയന്ത്രിക്കുന്നതെന്നും വരുത്തി തീർക്കാനാണ് അദ്ദേഹം ഈ ഒരു പല ഇമെയിലുകളും പലർക്കും അയച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. മറ്റേ അവിടുത്തെ കമ്മീഷണറില്ലേ, അത് നമ്മുടെ സുഹൃത്താണ്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറയത്തില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയും ഞാനും നമ്മളുടെ IG ആയിട്ട് ഇന്നലെ ഇരുന്ന് സംസാരിച്ചു, പക്ഷേ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അല്ലെങ്കിൽ പറയും ഇന്നലെ നമ്മളുടെ മിനിസ്റ്ററുമായിട്ട് ഞാനവിടെ ക്ലബ് ഹൗസിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ടോക്കില്ലേ, ഈ ഒരു രീതിയിലാണ് എപ്സ്റ്റീൻ്റെ പല മെയിലുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരെല്ലാം തൻ്റെ പോക്കറ്റിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇയാൾ ഇമെയിലൂടെ ചെയ്യുന്നത്. നരേന്ദ്രമോദിയെ പറ്റിയുള്ള ആരോപണത്തിൽ വിദേശകാര്യ വകുപ്പ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ്, മാത്രമല്ല ഇതെല്ലാം ഒരു ക്രിമിനലിൻ്റെ ഭാവന മാത്രമാണിതെന്നുമാണ്. മോദിയുമായോ ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ അംബാനിയുമായോ ഇയാൾക്ക് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല എന്നതിന് ഈ ഫയലുകളിൽ തന്നെ തെളിവുണ്ട്. ഇയാൾ വെറും പേര് വെച്ച് കളിച്ചതാണെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് വലിയ ലോക നേതാക്കൾ പോലും ഇയാളെ വിശ്വസിച്ചത്? കാരണം ഇയാൾ ആരുമല്ലല്ലോ, ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു. അത്രയും വിശ്വസ്തയോടെ ഇയാളുടെ ഫ്ലൈറ്റിലൊക്കെ കയറി പോവുകയാണ്, ഇയാളുടെ കൂടെ താമസിക്കുകയാണ്, പല കാര്യങ്ങളും ചെയ്യുകയാണ്. അതിൻ്റെ ഉത്തരം ലളിതമാണ്: സൗകര്യങ്ങൾ. എപ്സ്റ്റീൻ ലോകത്തെവിടെയും ആർക്കും കൊടുക്കാൻ സാധിക്കാത്ത പ്രൈവസിയും കുറച്ച് മസാല എലമെൻസ്, ഈ പറഞ്ഞ പോലെ തന്നെ ലൈംഗിക വലയും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കാനായിട്ട് ഈ എപ്സ്റ്റീന് കഴിയുമായിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ദ്വീപാണ്, അവിടെ പുറത്തുനിന്ന് ആർക്കും ആക്സസ് ഇല്ല, ഒരുപാട് സെലിബ്രിറ്റികളും ആൾക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവസി ആയിരുന്നു മെയിനായിട്ട് ഇവരെല്ലാം അങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ സൗകര്യങ്ങളല്ലേ, ഈ പ്രൈവസിയുടെ അകത്താണ് ഈ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നത്. സ്വകാര്യ വിമാനങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതെല്ലാം ഈ ലോക നേതാക്കൾക്ക്, സെലിബ്രിറ്റികൾക്കായിട്ട് എപ്സ്റ്റീൻ തുറന്നു കൊടുക്കുകയാണ്. അവിടെ അവർക്ക് എന്തുമാകാം എന്നൊരു സാഹചര്യം വരികയാണ്. അതായത് അവിടെ വെച്ച് ക്രൂരമായിട്ട് പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈവൻ പിഞ്ചു കുട്ടികളെ അടക്കം കൊന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഫൂട്ടേജൊക്കെ വരുന്നുണ്ടല്ലേ. അവിടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, അങ്ങനെ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക്
കാര്യങ്ങൾ മാറുന്നു. അങ്ങനത്തെ ഒരു ശരിക്കും ഒരു നരകം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ദ്വീപായിട്ട് അത് മാറുകയാണ്. ഈ ഒരു സംഭവമാണ് ലോക നേതാക്കളെ എല്ലാം ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എപ്സ്റ്റീൻ വളരെ തന്ത്രശാലിയായിരുന്നു. എന്തിനാണ് എപ്സ്റ്റീൻ ഇവരെല്ലാം സ്വീകരിക്കുന്നത്? ഇയാൾക്ക് വല്ല പൈസയോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോ? ഇല്ല അല്ലേ? ഒരു അതിഥിയെ പോലെ സ്വീകരിക്കുന്നത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ഹണി ട്രാപ്പ് സെറ്റ് ചെയ്യുകയായിരുന്നു. തന്ത്രശാലിയായിരുന്നു എപ്സ്റ്റീൻ. അതായത് വലിയ വലിയ മനുഷ്യരെ തൻ്റെ വലയിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവരുടെ ഒരുപാട് പുറംലോകം കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ അതും ഇത് എല്ലാം എപ്സ്റ്റീൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതാണിപ്പോൾ ഓരോന്നായിട്ട് പുറത്തൊക്കെ വന്നിട്ടുള്ളത്. തൻ്റെ മേലിൽ പോലീസ് കേസ് വരുമ്പോൾ അയാൾ ഈ സ്വാധീനം ഉപയോഗിക്കുകയാണ്. ബ്രില്യൻ പ്ലേ ആയിരുന്നു പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നത്. 2008 രക്ഷപ്പെട്ടത് ഇങ്ങനെയാകാമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പണത്തേക്കാൾ വലിയ പവർ ഇയാൾക്ക് ലഭിച്ചത് ഇത്തരം പ്രമുഖരെ തൻ്റെ വലയിലാക്കിയതുകൊണ്ടാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നതോടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും വലിയ പ്രവണത എന്താണെന്ന് വെച്ചാൽ, നടന്ന ക്രൂരതകളെക്കാൾ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തത് അവിശ്വസനീയമായിട്ടുള്ള ചില കഥകളാണ്. ഈ കോൺസ്പിറസി തിയറീസ് അഥവാ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് തീർച്ചയായിട്ടും ഇല്ലൂമിനാറ്റിയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു രഹസ്യ സംഘടനയാണെന്നും എപ്സ്റ്റീൻ അവരുടെ ഏജന്റ് ആണെന്നും പലരും വിശ്വസിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ 60 ലക്ഷം പേജുകളിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ചോ അവരുടെ ഗൂഢാലോചനയെക്കുറിച്ചോ ഒരു സൂചന പോലുമില്ല. ഇതൊരു സമ്പന്നനായ കുറ്റവാളി തന്റെ പണം ഉപയോഗിച്ച് നടത്തിയ ചൂഷണം മാത്രമായിരുന്നു. അതിനെ അനാവശ്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 അഡ്രിനോക്രോമാണ്. ഇതാണ് ഏറ്റവും ഭീകരമായ കഥ. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സെലിബ്രിറ്റീസ് അവരുടെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ പേടിപ്പിച്ച്, അതായത് അവർ പേടിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് രക്തത്തിൽ നിന്ന് വലിച്ചെടുത്ത് അല്ലെങ്കിൽ രക്തം കുടിക്കുകയോ രക്തത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് കയറ്റുകയോ ചെയ്യും എന്നൊക്കെയുള്ള കഥകളാണ് ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർത്തും ഭയാനകമായിട്ടുള്ള ഒന്നാണ്. ഞാൻ എപ്സ്റ്റീൻ ഫയൽസിലെ കുറേ സംഭവങ്ങൾ കണ്ടു നോക്കിയപ്പോൾ കുട്ടികളെയൊക്കെ ഇതുപോലെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വീഡിയോ ഫുട്ടേജും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളത് വസ്തുതയാണ്. അത് ഇതിനായിട്ട് ഉപയോഗിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. കുട്ടികൾ ഉപദ്രവിക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ശാസ്ത്രീയത പറയുവാണെങ്കിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരടിസ്ഥാനവുമില്ല. അഡ്രിനോക്രോം എന്നത് ലബോറട്ടറികളിൽ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കെമിക്കൽ മാത്രമാണ്. അതിന് യൗവനം നൽകാനുള്ള കഴിവൊന്നുമില്ല. ഇത് പഴയ ജൂതവിരുദ്ധ കഥയുടെ ബ്ലഡ് ലിബലിൻ്റെ ഒരു പുതിയ രൂപം മാത്രമാണ്. എപ്സ്റ്റീൻ ഫയലുകളിൽ ഒരിടത്തും ഇത്തരം ഒരു രക്തം കുടിക്കലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുമില്ല. മൂന്നാമത്തത് ക്ലൈൻ ലിസ്റ്റ് എവിടെയെന്നുള്ള ചോദ്യമാണ്. പലരും വിചാരിക്കുന്നത് എപ്സ്റ്റീൻ ഓരോ പ്രമുഖർക്കും പെൺകുട്ടികളെ കാഴ്ചവെച്ചതിന് ഒരു ലിസ്റ്റ് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു ലിസ്റ്റ് നിലവിലില്ല എന്നുള്ളതാണ്. ഇയാളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യന്റെ പേര് മുതൽ പ്രസിഡന്റിന്റെ പേര് വരെ കാണാം. പേരിൽ ലിസ്റ്റിലുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല. ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് 2019 ഓഗസ്റ്റ് 10 ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിലിൽ വെച്ച് ജെഫ്രി എപ്സ്റ്റീൻ മരിക്കുകയാണ്. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം അത് ആത്മഹത്യയാണ്. എന്നാൽ ലോകം അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ സംശയം തോന്നിയത്? സ്വാഭാവികമാണ്. ഒന്നാമതായിട്ട് ആ രാത്രിയിൽ ജയിലിലെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇയാളെ നിരീക്ഷിക്കേണ്ട ഗാർഡുകൾ ആ സമയം ഉറങ്ങിപ്പോവുകയാണ്. എപ്സ്റ്റീന്റെ കഴുത്തിലെ എല്ലുകളൊക്കെ നല്ലതുപോലെ ഒടിഞ്ഞിരുന്നു. ആ ഒടിഞ്ഞ രീതി കണ്ടാൽ ഫോറൻസിക് വിദഗ്ധർ പോലും പറയുന്നത് ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ളതാണ്. അതായത് എപ്സ്റ്റീൻ ജീവനോട് ഇരുന്നാൽ പല വമ്പൻ സ്രാവുകളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ആരും നിശബ്ദനാക്കി എന്നാണ് നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നത്. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും ഇതിന്റെ പിന്നിലെ ഒരു കൊലപാതക ഗൂഢാലോചനയുണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ഇനി ഗൗരവമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കട്ടെ. എപ്സ്റ്റീന്റെ സഹായിയായിട്ടുണ്ടായിരുന്ന ഗിലെൻ മാക്സ്വെൽ 20 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ ആകട്ടെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നീതി പൂർണ്ണമായോ എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഇല്ല എന്നുള്ളതാണ് ഇരകൾ പറയുന്നത്. അതായത് എപ്സ്റ്റീന്റെ പണവും സൗകര്യങ്ങളും ഉപയോഗിച്ച എത്രയോ പ്രമുഖർ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതെ മുഖം മൂടി അണിഞ്ഞ് പുറത്തു നടക്കുന്നു. അവരാണ് ഈ കുട്ടികളെ അല്ലെങ്കിൽ എപ്സ്റ്റീൻ കാഴ്ചവെച്ചതാരൊക്കെയാണ്? ഈ വലിയ സെലിബ്രിറ്റികൾക്കാണല്ലേ. അവർക്കെതിരെ ഒരു കേസ് പോലും ഇല്ല. അവരൊക്കെ പുറത്ത് വിലസി നടക്കുകയാണ്. അമേരിക്കൻ ബാങ്കുകൾ ഇയാളുടെ കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് കോടിക്കണക്കിന് രൂപ പിഴയൊടുക്കി കേസ് തീർപ്പാക്കുകയാണ്. പണം കൊണ്ട് എല്ലാം തീർക്കാമെന്നൊരു ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. എങ്കിലും ഈ ഫയലുകൾ ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ധാരണയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. വിർജീനിയ ജെഫ്രിയെ പോലുള്ള ഇരകൾ നടത്തിയ പോരാട്ടം ലോകമെമ്പാടുമുള്ള ചൂഷണത്തിന് ഇരയായവർക്ക് ഒരു വലിയ പ്രചോദനമാണ്. പണമല്ല, സത്യമാണ് അവസാന വാക്കം തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ലളിതമാണ്. പണത്തിന്റെ പിന്നിൽ എപ്പോഴും ഒരു ഇരുണ്ട വശമുണ്ടാകാം. നമ്മൾ വിശ്വസിക്കേണ്ടത് തെളിവുകളെയാണ്, അല്ലാതെ ഇന്റർനെറ്റിലെ കെട്ടുകഥകളെയല്ല. യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്നും അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും മനസ്സിലാക്കാൻ ഈ ഫയലുകൾ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞതുപോലെ അവിടെ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുള്ളതല്ലേ? പുറത്തു വന്നത് ഒരുപക്ഷെ ലക്ഷത്തിലൊരു അംശം മാത്രമാണെങ്കിലോ? ചിന്തിച്ചു നോക്ക്. അതായത് ഐസ്ബർഗ് ഇല്ലേ,
അതിൻ്റെ ടിപ്പ് മാത്രമേ പുറത്ത് നിൽക്കത്തുള്ളൂ, അടിയിലോട്ടാണ് വലിയൊരു മലയായിട്ടുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ടിപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നതെങ്കിലോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാരണം മെയിലുകളാണ് പ്രധാന ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതല്ല. എല്ലാ കാര്യങ്ങളും മെയിൽ എഴുതി അറിയിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്നത് എന്തൊക്കെയായിരിക്കാം? കൊച്ചുകുട്ടികളെ അവിടെ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ? അവരുടെ രക്തം ഊറ്റി കുടിച്ചിട്ടുണ്ടാകുമോ? ആർക്കും അറിയില്ല. ഇന്നും വലിയൊരു നിഗൂഢത നിറഞ്ഞ ഒരു പ്ലേസായിട്ട് ഈ എപ്സ്റ്റീൻ ഐലൻഡ് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപിൻ്റെ പേര് 1000 തവണയിലധികമാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വിവരങ്ങൾ ഓരോ പേജ് പഠിച്ച ആൾക്കാർ പുറത്തു വിടുമ്പോഴും നമുക്ക് ആ പേജ് റെഫർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 6 ലക്ഷം പേജുകളും നമുക്ക് നോക്കി വായിച്ച് തീർക്കാൻ ഒക്കില്ലല്ലോ അല്ലേ, എത്രയോ നാൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ വാർത്തകൾ വരുന്നത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.